പ്രദീപ് സർ, സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് കേരളത്തിൽ ഇതാ 50 ദിവസങ്ങൾ പിന്നിടുന്നു. സംഭവ ബഹുലമായ 15 ഡേയ്സ്. ഈ 50 ദിവസത്തിനിടയിൽ നമുക്കറിയാം ഒട്ടനവധി വിഷയങ്ങൾ, വാർത്താ പ്രാധാന്യമുള്ള ഒട്ടനവധി വിഷയങ്ങൾ നടന്നു, പ്രഖ്യാപനങ്ങൾ നടന്നു. ചിലത് മരവിപ്പിച്ചു, ചിലത് പുനരുജ്ജീവിപ്പിക്കും എന്നുള്ള പ്രഖ്യാപനങ്ങളും നടന്നിട്ടുണ്ട്. ഈ 50 ദിവസത്തെ ഇവരുടെ ഈ ഒരു സതീശൻ സർക്കാരിന്റെ പെർഫോമൻസിനെ എങ്ങനെ വിലയിരുത്താം? 50 ദിവസം ആകുന്നതേ ഉള്ളൂ. ഇന്ന് കൃത്യമായി പറഞ്ഞാൽ ഇന്ന് 46-ാം ദിവസം. കാര്യം മെയ് 18-ാം തീയതിയാണ് വി ഡി സതീശൻ മന്ത്രിസഭ അധികാരത്തിൽ ഏറ്റെടുത്ത്. സാധാരണഗതിയിൽ മാർക്കിടാനുള്ള സമയം ആയിട്ടില്ല. കാരണം ബാലാരിഷ്ടതകൾ എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്ന് പിച്ച വെച്ച് വരുന്ന. പക്ഷേ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു മന്ത്രിസഭാ രൂപവൽക്കരണത്തിന് മുമ്പ് ഉണ്ടായ വിവാദങ്ങൾക്ക് ശേഷമാണ് ജന അഭിലാഷം മാനിച്ചാണ് വി ഡി സതീശനെ ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി ആയി നിർദ്ദേശിക്കുകയും അത് കേരളത്തിലെ ജനസമൂഹം അംഗീകരിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോൾ ഉണ്ടായ ഒരു വിമർശനം, ഹൈക്കമാൻഡ് ആയിരിക്കും ഇനി, അതായത് കെ സി വേണുഗോപാലിന്റെ കയ്യിലായിരിക്കും കടിഞ്ഞാൺ എന്ന് വിമർശനം ഉന്നയിച്ചവരുണ്ട്. അതിനു മുമ്പ് തന്നെ UDF ജയിച്ചപ്പോൾ തന്നെ നമ്മൾ ബാലനെ പോലെയുള്ള ആൾക്കാർ, അത് എം വി ഗോവിന്ദനെ പോലെയുള്ള ആൾക്കാർ വർഗീയ ഛായ ഉള്ള ഒരു മന്ത്രിസഭയായിരിക്കും എന്ന സൂചന നൽകിയ വിമർശനങ്ങൾ ഉന്നയിച്ചു. അതായത് ജമായത്തെ ഇസ്ലാമിക്കായിരിക്കും ആഭ്യന്തര വകുപ്പ് കിട്ടുക, അല്ലെങ്കിൽ പാണക്കാടായിരിക്കും ഭരണസിരാ കേന്ദ്രം, കുഞ്ഞാലിക്കുട്ടി സൂപ്പർ മുഖ്യമന്ത്രി ആയിരിക്കും. അങ്ങനെ എത്രയെത്ര വിമർശനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 46 ദിവസം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വിമർശനങ്ങളെയെല്ലാം നിലംപരിശാക്കിക്കൊണ്ടാണ് വി ഡി സതീശൻ രാഷ്ട്രീയമായി മുന്നേറുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ സന്ദേശം. സർക്കാർ നടപടികൾ, അത് പുതുക്കിയ ബഡ്ജറ്റ് അവതരണത്തിൽ അത് ഒരു ഭരണത്തിന്റെ കൃത്യമായ ഒരു ദിശാബോധം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് പുതിയുഗ കേരളം എന്ന ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ബഡ്ജറ്റാണ്. അതിൽ ഒട്ടേറെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ അദ്ദേഹം അർത്ഥശങ്കയ്ക്കിട നൽകാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെമിറ്റൻസ് അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള മാറ്റം ആണ് ലക്ഷ്യമാക്കുന്നത് എന്ന് പല പ്രായോഗിക പരിപാടികളും പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകും എന്ന് വളരെ ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ട്. രണ്ടാം ഭൂപരിഷ്കരണ നിയമം, സർക്കാരിന്റെ കയ്യിൽ ധാരാളം സ്ഥലം വെറുതെ കിടപ്പുണ്ട്, അത് ആവശ്യമുള്ള വ്യവസായങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ആഗോള മാരിടൈം ഹബ്ബാക്കി കേരളത്തെ മാറ്റും. കേരളത്തിന്റെ കടൽ തീരം മുഴുവൻ വികസിപ്പിക്കും. അത് തുറമുഖ അധിഷ്ഠിത വികസനമായിരിക്കും ലക്ഷ്യം വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് UDF മന്ത്രിസഭയെ അധികാരത്തിൽ ഏറ്റിയതിന്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് അത് ഇന്ദിരാ ഗ്യാരണ്ടി, 5 ഇന്ദിരാ ഗ്യാരണ്ടിയിൽ 3 നടപ്പിലാക്കി എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്കുള്ള KSRTC ബസ്സുകളിലെ സൗജന്യ യാത്ര, ഓർഡിനറി ബസ്സുകളിൽ അത് നടപ്പിലാക്കി. മുതിർന്ന പൗരർക്കായി വകുപ്പ് രൂപവൽക്കരിച്ചു. അതിന്റെ മന്ത്രി തീരുമാനിച്ചിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കകം അതിൽ തീരുമാനമാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് 25 ലക്ഷം രൂപ വരെയുള്ള ചികിത്സയ്ക്കുള്ള ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ 10 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകവരുത്തിയിട്ടുള്ളത്. അതിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി പിന്നാലെ അത് നടപ്പിലാക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഇതിൽ ആദ്യകാലം മുതലേയുള്ള വിവാദങ്ങൾ നോക്കുക. ആദ്യത്തെ വിവാദം അദ്ദേഹത്തിന്റെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കറെ നിയമിച്ചതിനെ കുറിച്ചായിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തിയ ഇലക്ഷൻ കമ്മീഷണറാണ്. അതിൽ ഈ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികരായിട്ടുള്ള ചില ആൾക്കാരുടെ വിമർശനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹം എന്തോ വലിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയാണ് 102 സീറ്റിൽ UDFനെ വിജയിപ്പിച്ചെടുത്തത് എന്ന രീതിയിലുള്ള താണതരം വിമർശനങ്ങളാണ് രത്തൻ ഖേൽക്കറിന്റെ നിയമനത്തെക്കുറിച്ച് പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ ഉന്നയിച്ചത്. ആ വിവാദമൊക്കെ നിലം തൊടാതെ നിലം പൊത്തിയ കാഴ്ച കേരളം കണ്ടു. അടുത്ത വിവാദം ബഡ്ജറ്റ് നിർദ്ദേശങ്ങളെ ആസ്പദമാക്കിയാണ്. അത് കേരളത്തിന്റെ തീരദേശത്ത് ഉള്ള ധാതു സംസ്കരണത്തിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ധാതു
നിക്ഷേപത്തിന്റെ ഒക്കെ ഇനി വരുന്ന സാധ്യതകളെ കുറിച്ചുള്ള പ്രഖ്യാപനമാണ്. അതൊരു ധാതു ഇടനാഴി അദ്ദേഹം വിഭാവന ചെയ്തിട്ടുണ്ട്. അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ബജറ്റ് നിർദ്ദേശം വന്നപ്പോൾ തന്നെ കോർപ്പറേറ്റുകൾക്ക് കേരളത്തിന്റെ തീരദേശം മുഴുവൻ UDF മന്ത്രിസഭ തീരെഴുതി കൊടുത്തു എന്ന കടുത്ത വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. ചില ഭരണകക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ ആ വിമർശനം ഉന്നയിച്ചു. കാര്യം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കുന്ന, ജീവനോപാധിയെ ബാധിക്കുന്ന സ്വകാര്യവൽക്കരണമൊക്കെ വരും, ഈ തീരദേശം മുഴുവൻ കോർപ്പറേറ്റ് കമ്പനികൾ കൈയടക്കും എന്നുള്ള വിമർശനമായിരുന്നു. പക്ഷെ ആ വിമർശനങ്ങളെയൊക്കെ വളരെ വിദഗ്ധമായി അദ്ദേഹം നിയമസഭയിൽ നേരിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പിന്നെ CMRലുമായി ബന്ധപ്പെട്ട വിവാദം, കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയതും അത് സ്വകാര്യ മേഖല ഉൾപ്പെടെയുള്ളവർക്ക് അതിൽ പങ്കാളിത്തം നൽകിയതുമൊക്കെ മുൻ സർക്കാരാണ് എന്ന് ഈ വിവാദങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയും മാത്രമല്ല ഇനി വരുന്ന വികസനങ്ങൾ മുഴുവൻ സ്വകാര്യ മേഖലയിലായിരിക്കത്തില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നെ ഏറ്റവും അടുത്ത വലിയ വിവാദം ഉണ്ടായിക്കൊണ്ടിപ്പോ ഇരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണ്. വിഴിഞ്ഞം തുറമുഖം അദാനിയുടെ ഷെയറിന്റെ 49% MSC എന്ന കമ്പനിക്ക് കൈമാറാനുള്ള തീരുമാനം സതീശൻ കാശ് വാങ്ങിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ഏതോ ഒരു ദുരൂഹ യാത്രയെക്കുറിച്ചൊക്കെ ബന്ധപ്പെടുത്തി വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ ആരോപണം ഉന്നയിക്കുന്നതിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന ദിവസങ്ങളിലാണ് ഈ വിലയിരുത്തൽ നടത്തുന്നത്. അത് ഒരു സുപ്രഭാതത്തിൽ കൈമാറ്റം നടന്നിട്ടില്ല. നടത്താനുള്ള തീരുമാനമെടുത്തത് എത്രയോ കാലത്തെ LDFന്റെ ഭരണകാലത്തെ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾക്ക് ശേഷമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല ദേശാഭിമാനി ഈ തീരുമാനം ഈ കമ്പനിയുടേതായി വരുമ്പോൾ തന്നെ LDFന്റെ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ നേട്ടമായി ആദ്യം വാർത്ത കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഇതൊന്നും വസ്തുതാപരമായി ഒരു കൃത്യമായ വിമർശനം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചില്ല. മാത്രമല്ല അസംബ്ലി നടപടികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കേരളീയര് മുഴുവനും കണ്ടു. പ്രതിപക്ഷം വളരെ ദുർബലമാണ്. പ്രത്യേകിച്ച് പിണറായി വിജയനെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ചില എഴുതി വായിക്കുന്ന പ്രസംഗങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് സാധ്യമാവുകയുള്ളൂ. ഈ വിമർശനങ്ങൾ മുഴുവൻ വെട്ടി നിരത്തുകയും പ്രതിപക്ഷം ഏതാണ്ട് നിസ്സഹായരായി നോക്കി നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. മാത്രമല്ല ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ ഉപനേതാവായ ബാലഗോപാൽ LOP പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും മിണ്ടു എന്ന് പറഞ്ഞു അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നത് പോലെ സംസാരിക്കുന്നതിനും കേരളം സാക്ഷ്യം വഹിച്ചു. ഇത് മാത്രമല്ല, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം രാഷ്ട്രീയമായി CPMനകത്ത് സംഭവിക്കുന്നത് എന്താണ് എന്ന് കൂടി ഇവിടെ വിലയിരുത്തേണ്ടതുണ്ട്. വളരെ ശക്തമായ പ്രതിപക്ഷമാണ് നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായി ഭവിക്കേണ്ടത്. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നതിനെ കുറിച്ച് വളരെ താഴെ തട്ടിൽ മുതൽ മുകളിലെ തട്ടിൽ വരെയുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടാവുകയും ഈ വിമർശനങ്ങളുടെ കുന്തമുന മുഴുവൻ CPMനകത്ത് പിണറായി വിജയന് നേരെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് നേരെയും നീളുകയും ചെയ്തു. പക്ഷെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച പ്രമേയത്തിനകത്ത് ഈ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ഒരു വിമർശനവും ഉൾപ്പെടുത്തിയില്ല. മാത്രമല്ല അത് മൊത്തം ആവിയായി പോകുന്നതിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇനി വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് വളരെ ശക്തമായ മുന്നേറ്റമാണ് UDFന്റെ രാഷ്ട്രീയപരമായി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാർട്ടിയിൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യകാലം മുതൽ സാമുദായിക ശക്തികൾക്ക് വഴങ്ങില്ല എന്ന് സതീശൻ പ്രഖ്യാപിച്ചു. അദ്ദേഹം അതിൽ ഉറച്ചു നിന്നു. മുസ്ലിം ലീഗിന് 2 വകുപ്പുകൾ കൊടുക്കാൻ പാടില്ല എന്ന് വിവിധ UDFനെ അനുകൂലിക്കുന്ന മതവിഭാഗങ്ങൾ വാശി പിടിച്ചു. ഒന്ന് ഫിഷറീസ് വകുപ്പ് കൊടുക്കാൻ പാടില്ല, വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ വാശി പിടിച്ചു. ഈ വാശിക്കൊന്നും UDFനെ നയിക്കുന്ന മുഖ്യമന്ത്രി വഴങ്ങിയിട്ടില്ല. മാത്രമല്ല ഇപ്പോൾ പെരുന്നയിലേക്കും കണിച്ചുകുളങ്ങരയിലേക്കുമുള്ള തീർത്ഥാടനങ്ങളും ഇല്ല. അപ്പം മതജാതി ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങാത്ത ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് കൂടി കേരളം സാക്ഷ്യം വഹിക്കുന്നു. അതുകൊണ്ട് പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പറയാനുള്ളത്, ഇത് മുഴുവൻ ഞാൻ പറഞ്ഞത് UDFന് അനുകൂലമായ ഘടകങ്ങളാണ്.
പ്രതികൂലമായ ഘടകങ്ങളുണ്ട്. ഇപ്പൊ കാര്യം 46 ദിവസത്തിനകം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല. മാത്രം ചില കാര്യങ്ങളിൽ ആവശ്യമില്ലാത്ത ധൃതി കാണിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ കോളേജുകൾ, 2 പുതിയ മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിച്ചു. ഒന്ന് ഹരിപ്പാടും ഒന്ന് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിന് കരുണാകരന്റെ പേര് കൊടുക്കാൻ നിശ്ചയിച്ചു. തീർച്ചയായിട്ടും കരുണാകരന് ഒരു സ്മാരകം ഉണ്ടാകണം എന്ന് UDF ആഗ്രഹിക്കുന്നത് നല്ലതാണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും പിന്നാക്ക പ്രദേശങ്ങളായിട്ടുള്ള വയനാട്, കാസർഗോഡ്, ഇടുക്കി തുടങ്ങിയ പത്തനംതിട്ട ജില്ലയിലെ കോന്നി തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള മെഡിക്കൽ കോളേജുകൾ നവീകരിക്കുകയും പൂർണ്ണ പ്രവർത്തനം സജ്ജമാക്കുകയുമായിരുന്നു ഗവൺമെന്റ് ആദ്യം ചെയ്യേണ്ടിയിരുന്നത്. മാത്രമല്ല, ഈ വ്യവസായങ്ങൾക്ക് ഭൂമി കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ തന്നെ കേരളത്തിൽ ഇതുവരെ പരിഹരിക്കാത്ത ആദിവാസികളുടെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള പതിത ജനതയുടെയും ഭൂപ്രശ്നം ഇത്രയും ദിവസമായിട്ടും ആ പ്രശ്നം ഗൗരവതരമായി ചർച്ച ചെയ്തിട്ടില്ല എന്നുകൂടി ഇവിടെ പറയേണ്ടതുണ്ട്. യെസ്, എന്തായാലും സാറ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം, ആ തർക്കത്തിൽ നിന്നും ജനഹിതമനുസരിച്ച് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നു. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇതാ UDF സർക്കാർ 50-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ 50 ദിവസങ്ങൾക്കിടയിൽ ഈ രത്തൻ കേൽക്കറിന്റെ നിയമനം, ബജറ്റ് പ്രഖ്യാപനം, അതിനിടയിൽ KSRTC ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ, അത്തരത്തിൽ പ്രതിവാദങ്ങളൊക്കെ നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ UDF സർക്കാർ പ്രഖ്യാപിക്കുന്ന ചില കാര്യങ്ങൾക്കെതിരെയും നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ 50 ദിവസങ്ങൾ ഇതാ പൂർത്തിയാക്കാൻ പോവുകയാണ്. അപ്പോൾ UDF സർക്കാരിന്റെ, സതീശൻ സർക്കാരിന്റെ പെർഫോമൻസ് ഈ 50 ദിവസങ്ങളിൽ എങ്ങനെ എന്നതായിരുന്നു ചർച്ചാ വിഷയം. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.